ഹലോ ഡിയേഴ്സ്, ഉപ്പും മുളകിൽ പഴയ ലച്ചുവിന് പകരം ഇനി പുതിയ ലച്ചുവോ? അതേ കൂട്ടുകാരെ, നമ്മൾ പ്രേക്ഷകരൊക്കെ കുറേ ദിവസമായിട്ട് ഭയങ്കര പേടിയിലാണ്. ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നു, നമ്മുടെ ലച്ചു എവിടെ, ലച്ചു എവിടെയെന്നും ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങളും ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ലച്ചുവിന്റെ കാര്യം എന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഇതുവരേക്കും നമ്മുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനവും ഒരു ഇതും പറഞ്ഞിട്ടില്ല താനും. പക്ഷെ നമ്മുടെ പുതിയ ലച്ചു, നമ്മുടെ ലക്ഷ്മി, പുതിയ ലക്ഷ്മി ഈ ഒരു ഉപ്പുമുളകിലേക്ക് ഒരു പ്രധാന കഥാപാത്രമായി ഈ ഒരു കുറച്ചൊരു ദിവസങ്ങളെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ചൊരു ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ കേശുവിനെ പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെയും. അപ്പൊ ഇനി നമ്മുടെ ഉപ്പുമുളകിൽ നമ്മുടെ പഴയ ലച്ചുവിന് പകരം ഈ ഒരു പുതിയ ലച്ചു ആയിരിക്കുമോ ഇനി ആ ഒരു പാറമട വീട്ടിൽ നമ്മുടെ കേശുവിനൊപ്പം തുടരാൻ പോകുന്നത്? അങ്ങനെയും കഥ മാറാം. കാരണം പതുക്കെ 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 ഇവരെയൊക്കെ നൈസായിട്ട് മാറ്റി ഈ പുതിയ ലച്ചുവിനെ കൊണ്ടുവന്ന് വേറെ കുറച്ച് പുതിയ കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പതുക്കെ നമ്മുടെ ശിവാനിയും പോകുമോ? ലച്ചു എന്തായാലും ഇപ്പോൾ ഏകദേശം പുറത്തു പോയ അവസ്ഥയാണ്. അപ്പോൾ ഇവരോടൊപ്പം തന്നെ നമ്മുടെ ശിവാനിയും പുറത്തേക്ക് പോയി. എല്ലാം കൊണ്ടും നമ്മുടെ ഉപ്പുമുളകിൽ പുതിയ പുതിയ കഥാപാത്രങ്ങളായി മാറുമോ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ അങ്ങനെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു ദിവസങ്ങളായിട്ട് നമ്മുടെ ലച്ചുവിന്റെ കാര്യം പറയുന്നതേ ഇല്ല. നമ്മുടെ പുതിയ ലക്ഷ്മി വന്നിട്ട് പോലും ലച്ചുവിന്റെ കാര്യം ചോദിക്കുകയോ അവരെവിടെയെന്ന് ചോദിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത്, ഇനി അവർ ആ കഥയിൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര നിരാശയാകും അല്ലെ? പ്രേക്ഷകർക്ക് ആരൊക്കെ പുറത്തുനിന്ന് ആരൊക്കെ എന്ത് മലമറിച്ച് വന്നാൽ പോലും നമ്മുടെ ലച്ചുവും ശിവാനിയും ഒക്കെ തന്നെ ഉള്ളതാണ് നമുക്കിഷ്ടം അല്ലെ? അവരെയൊക്കെ നെഞ്ചിൽ ചേർത്ത് വെച്ച പോലെ വേറെ പുതിയ ആര് വന്നാലും അവരൊന്നും അതിന്റെ ഏഴയലത്ത് പോലും എത്തിക്കാൻ സാധിക്കില്ല ആർക്കും തന്നെ അല്ലെ? എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ലച്ചുവും നമ്മുടെ ശിവാനിയും ഒക്കെ പെട്ടെന്ന് തിരികെ വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുടെ ആഗ്രഹം. അതുപോലെ തന്നെ ആവട്ടെ കേട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.